പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും അതുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മളിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. 5 മില്ലിമീറ്ററിൽ താഴെ സൈസുള്ള പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ സാധാരണ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുക. അതായത് 1 മൈക്രോമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ വരെയാണ് ഒരു മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ് പൊതുവെ ഉള്ളത്. ഒന്ന് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സ്, 2 സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ്. എന്താണ് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ, ഇത് വളരെ ചെറിയ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസിലും, അതായത് കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക് ഒക്കെ പോലെയുള്ള കോസ്മെറ്റിക്സിലുള്ള വളരെ ചെറിയ പ്ലാസ്റ്റിക്കുകളെയാണ് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുക. ഇനി എന്താണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പോലെയുള്ള ഒരുപാട് പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് അത് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ മണ്ണിലേക്കും വെള്ളത്തിലേക്കും എത്തിച്ചേരുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളെയാണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. അതായത് പ്രൈമറി പ്ലാസ്റ്റിക്സ് പൊതുവെ കാണുന്നത് ഈ ലിപ്സ്റ്റിക് പോലെയുള്ള കോസ്മെറ്റിക് മെറ്റീരിയൽസ്, അത് ടൂത്ത് പേസ്റ്റ് പോലെയുള്ള നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, പിന്നെ നമ്മുടെ ഇതില്ലേ ഡ്രസ്സ്, അതായത് പോളിസ്റ്റർ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ ഷർട്ട്, പോളിസ്റ്റർ കൊണ്ടുണ്ടാക്കുന്ന നല്ല മിക്സ് കോട്ടണൊക്കെ പോലെയുള്ള അതിലെല്ലാം ഈ പോളിസ്റ്റർ, നൈലോൺ, ഇതിലെല്ലാം തന്നെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു തുണി അലക്കുമ്പോൾ ആ മൈക്രോ പ്ലാസ്റ്റിക് അലിഞ്ഞ് വെള്ളത്തിൻ്റെ കൂടെ മിക്സായിട്ട് പുറത്ത് മണ്ണിലും വെള്ളത്തിലുമൊക്കെയാണ് എത്തിച്ചേരുന്നത്. അതുപോലെ ടയർ പോലെയുള്ള വസ്തുക്കൾ, റോഡിൽ തേഞ്ഞ് തീരുന്ന അങ്ങനെയുള്ള വസ്തുക്കളിലും മൈക്രോ പ്ലാസ്റ്റിക്കുകളുണ്ട്. അത് വളരെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് മെല്ലെ മെല്ലെ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രൈമറി പ്ലാസ്റ്റിക്കുകൾ നമ്മൾ അറിയാതെ തന്നെ ദിവസവും നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇനി സെക്കൻഡറി പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓൾറെഡി നമ്മൾ ഡെയിലി നമ്മളിപ്പോൾ നോക്കിയാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന 10 സാധനങ്ങളിൽ 10ഉം പ്ലാസ്റ്റിക് കവറുകളിലൂടെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലിടുകയും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ അലക്ഷ്യമായിട്ട് ബോട്ടിൽസൊക്കെ വലിച്ചെറിയുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കാലാന്തരത്തിൽ മണ്ണിൽ അലിഞ്ഞ് മെല്ലെ മെല്ലെ ഡീഗ്രേഡ് ചെയ്യും. അത് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ടാകും. അങ്ങനെയുള്ളതാണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന കാറ്റഗറി. ഇനി പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ മിക്ക ആളുകൾക്കും അറിയാമല്ലേ. കാരണം അത് കത്തുമ്പോൾ ഡയോക്സിൻ ഉണ്ടാകുന്നു, അത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്നതൊക്കെ പല ആളുകൾക്കും അറിയായിരിക്കും. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം കുടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും, നമുക്ക് സ്റ്റെറിലിറ്റി പോലെയുള്ള വന്ധ്യത പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതേപോലെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിൽ കണ്ടെത്തിയ ചില പഠനങ്ങൾ പറയുന്നത്, ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ വെള്ളത്തിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങൾ പോലെയുള്ള ജീവികളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. അതിന് ബയോ അക്യുമുലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടി മറ്റു ജീവികളിലെത്തുമ്പോൾ അവസാനമായിട്ട് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് എവിടെയാണ് പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ളത് കൂടുതൽ പഠനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ പ്രധാനമായിട്ടും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് തന്നെയാണ്. അതുപോലെ തൈറോയിഡ് പോലെയുള്ള മറ്റ് ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ ഇതുണ്ടാകുന്നുണ്ട്. തൈറോയിഡ് രോഗങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നത് പറയപ്പെടുന്നു. ഇനി ഇത് തടയാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ചുറ്റുമുള്ള നദികളിലോ സമുദ്രത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ എത്തുന്നത് തടയാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളിൽ ഓരോ ആളുകൾക്കും ഇതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾക്ക് 5 എണ്ണം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ 5 എണ്ണം. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചെടുക്കാൻ മാത്രമാണ് നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ കഴിയുക. കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ എത്തണം. വിദ്യാർത്ഥികളിലും കുട്ടികളിലും ഒക്കെ കൂടുതൽ അവർ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉപയോഗം പരിപൂർണമായിട്ടും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം നമ്മൾ അതിൻ്റെ ദോഷവശങ്ങൾ അനുഭവിക്കാനും ബാധ്യസ്ഥരാണ്. വേറെ നമുക്ക് രക്ഷയൊന്നുമില്ല. ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ മുലപ്പാലിലും ചെറിയ നവജാത ശിശുക്കളുടെ എന്താ പറയുക ഫീസസിലും അവരുടെ വിസർജ്യത്തിലും വരെ, അതായത് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ വിസർജ്യത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന
ഇവയുടെ ഭക്ഷണത്തിൽ, അതായത് നമ്മൾ കഴിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലുമൊക്കെ ആയിട്ട് വളരെ ചെറിയ ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിൽ എളുപ്പത്തിൽ തന്നെ കടന്നുകൂടുന്നു. അവയ്ക്ക് നമ്മുടെ എല്ലാ കോശങ്ങളിലും എത്താനുള്ള കഴിവുണ്ട്. അവയ്ക്ക് നമ്മുടെ കോശങ്ങളെ എന്താ പറയുക, ഡാമേജ് വരുത്താനുള്ള ശേഷിയുണ്ട്. അവയ്ക്ക് നമുക്ക് ക്യാൻസറും നമുക്ക് വന്ധ്യതയും ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്.